Hey guys, welcome back to our channel. ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ട്ടോ. പൊന്നു ഫോൺ എടുക്ക്. ഹലോ പൊന്നു. ആ പറടി ചേച്ചി. എടാ നീ സേഫ് അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? അവനെന്ത് കുഴപ്പമുണ്ടാവാനാ? അവനായിട്ട് കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കാതിരുന്നാ ശരി. പൊന്നു എന്തോന്നും മിണ്ടാതിരിക്കുന്നേ? സേഫ് അല്ലേ? അതെടി ചേച്ചി, ഞാൻ സേഫാ, ഒരു കുഴപ്പമില്ല. പിന്നെ ദേ ഇവിടേക്കൊക്കെ നല്ല മഴയാ, എല്ലായിടത്തും വെള്ളമാണ് ന്യൂസിൽ കാണുന്നേ. അതുകൊണ്ടേ നീ ധൃതി പിടിച്ച് ഇപ്പൊ വരൊന്നും വേണ്ട. കാലത്തെ മഴ കുറയുവാണെങ്കിൽ നോക്കിട്ട് വന്നേച്ചാ മതി, മനസ്സിലായല്ലോ? അല്ല അപ്പോ നീ എങ്ങനെ ഒറ്റയ്ക്ക്? അമ്മ ഇല്ലാത്തതല്ല അവിടെ? ഓ ഞാൻ ഒറ്റയ്ക്കൊന്നല്ല, ഇവിടെ നിന്റെ അളിയനുണ്ട്. അത് മാത്രല്ല ഞാൻ നമ്മളെ വീട്ടിലല്ല, ഇങ്ങോട്ടേക്ക് പോന്നതാ. ഓ അത് ശരി. അല്ല അഹേറ എവിടെ? അവൾ ഉറങ്ങിയടാ. കൊറേ നേരം നിന്നെ ചോദിച്ച കരഞ്ഞു വാശൊക്കെ പിടിച്ചായിരുന്നു. പിന്നെ പുറത്ത് നല്ല മഴയല്ലേ, അതാ പിടിച്ച് കിടത്തി ഉറക്കിക്കഴിഞ്ഞേ. അത് ശരി. അല്ല ആളേനുണ്ടോ അവിടെ? ഉണ്ട് ഉണ്ട്. എന്തേ വർക്കിലാണോ? കൊറേ നേരം ലാപ്ടോപ്പും കെട്ടിപ്പിടിച്ചിരിക്കുന്നേ, എന്തായാലും വർക്കിലായിരിക്കും. അല്ല ഞാൻ വരാത്തേന് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഓ അതിന് ഭ്രാന്താടാ, അത് പലതും പറയും. അത് കരുതി നീ പരക്കം വാങ്ങൊന്നും വരാൻ നിക്കണ്ട, കേട്ടല്ലോ? വിളിച്ച ഫോൺ എടുക്കണ്ട, മനസ്സിലായോ? പിന്നെ പൊന്നു, അല്ല ഭക്ഷണമൊക്കെ കഴിച്ചായിരുന്നോ? അല്ല അവിടെ ഉള്ളവരൊക്കെ സേഫ് അല്ലേ? ഓ ഭക്ഷണമൊക്കെ കഴിച്ചടി, എല്ലാരും സേഫാ. ഓ ആയിക്കോട്ടെടാ, അതറിഞ്ഞാ മതി. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് റേഞ്ച് കട്ടാവുന്നുണ്ട്, അതുകൊണ്ട് പിന്നെ വിളിക്കാൻ കേട്ടാ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്നാ ഓക്കേ, വെക്കുവാണേ. ഓക്കേടി. അല്ലടാ നിന്റെ അളിയനെന്താ നിന്നോട് എത്ര നീറ്? ആർക്കറിയടാ, ഇത് കല്യാണം കഴിഞ്ഞ അന്ന് മുതല് എങ്ങനെ തന്നെയാ. ചിലപ്പം ആള് പോലീസല്ലേ, അതിന്റെ ഉങ്കായിരിക്കും. എന്നാലും ഇത്രയധികം ജാട. അല്ല നീ അയാളെ വീട്ടിലെങ്ങനെ സഹിക്കുന്നേ? അവസ്ഥ ചിന്നുവിന് വേണ്ടി സഹിച്ചു പോവാ, അല്ലാന്നുണ്ടെങ്കി. അല്ല ചിന്നു എന്താ പറഞ്ഞേ? അവരവിടെ സേഫ് അല്ലേ? സേഫാടാ, കുഴപ്പമൊന്നുമില്ലെന്ന്. വീട്ടിലമ്മല്ലേ, അമ്മ മാമന്റെ വൈഫിന് വയ്യാത്തോണ്ട് അങ്ങോട്ട് പോയതാ. അപ്പോ അവള് വീട്ടിൽ ഒറ്റക്ക് നിക്കണ്ടല്ലോ വിചാരിച്ച് അളയന്റെ വീട്ടിലേക്ക് പോയത്രേ. അതാ എന്നോട് വിളിച്ച് കാലത്തെ വരാൻ പറഞ്ഞേ. അല്ലേലും ഇവിടുത്തെ രാജമാതാവേ നമ്മളെ കാലത്തെ വിടത്തുള്ളൂ. പുറത്ത് നല്ല മഴയാന്ന് പറഞ്ഞിട്ടെ ഇപ്പൊ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ടെൻഷൻ അടിച്ച് നെട്ടോട്ടോടുവാ. പാവണ്ട്. എടാ അമ്മയ്ക്ക് അങ്ങോട്ടൊന്ന് നിന്നാലെന്താ? കണ്ട നിനക്കും ആരും തോന്നലില്ലേ? ആ പിന്നെ ഇവിടെ ഒറ്റയ്ക്ക് അച്ഛമ്മന്റെ കൂടെ നിക്കണേന് ഭേദം അങ്ങോട്ടേക്ക് വന്ന് നിക്കുന്നതല്ലേ. ഇത് ഞാൻ അമ്മയോടെ 100 1000 വട്ടം പറഞ്ഞു കാണും. പക്ഷെ അമ്മ കേക്കണ്ടേ? അമ്മക്ക് ഇവിടെ നിക്കാൻ അത്ര ഇഷ്ടപ്പെട്ടത്, അതുകൊണ്ടാ ഇനിയും ഇങ്ങോട്ട് നിക്കുന്നു പറഞ്ഞേ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നേ. പക്ഷെ എനിക്ക് കോളേജ് അവിടെ അല്ലേ, അത് മാത്രല്ല എനിക്ക് ഇവിടെ നിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. അതാ ഞാൻ എന്നെ ഇവിടുന്ന് പറിച്ചു മാറി അങ്ങോട്ട് വന്നേ. അത് ശരി. അല്ല നിനക്കെന്താ ഇവിടെ നിക്കണ ഇഷ്ടപ്പെടാത്തേ? അത് നിക്കാൻ ഇഷ്ടക്കുറവൊന്നല്ല, എന്നാലും ഇവിടെ നിൽക്കുമ്പോഴേ എന്തോ ഒരു ഏകാന്തതയിലുള്ള പോലെ. കാരണം ചുറ്റും അമ്മയും എല്ലാരും ഉണ്ടാവും, എന്നിരുന്നാ പോലും എന്തോ ഒറ്റക്കായ പോലെ. അതാ ഇവിടെ നിന്നാ ഓരോന്ന് ആലോചിച്ച് കൂട്ടി തല പുണ്ണാക്കണ്ടെന്ന് കരുതിട്ടെ ഞാന് അങ്ങോട്ടേക്ക് പോന്നേ. അത് ശരി. എന്തേ ഇവിടെ നീ ആരെങ്കിലും നോക്കിയിട്ട് ആരെങ്കിലും നോ പറഞ്ഞോ? ഓ അതൊന്നല്ലടാ, ഞാൻ അങ്ങനെ ആരും സ്നേഹിക്കാനൊന്നും പോയിട്ടില്ല. ഇങ്ങോട്ട് 2-3 ആൾക്കാർ പ്രപ്പോസ് ചെയ്തെങ്കിലും എനിക്ക് അവരോടൊന്നും തോന്നിയിട്ടില്ലെന്നേ. പിന്നെ അപ്പൊ പറഞ്ഞു വന്ന ആറാറാണ് നിന്റെ ഫസ്റ്റ് ലവ് അല്ലേ? ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ലവ്. എന്റെ ആദ്യത്തെയും അവസാനത്തെയും പ്രണയം അവളാ, അവള് മാത്ര. എന്താണ് പറയുന്നേ? അല്ല അപ്പോ മണിക്കുട്ടൻ ചേട്ടൻ ഒന്നും പറഞ്ഞില്ലേ? എടി അതല്ലേ ട്വിസ്റ്റ്. അവനെ നേരെ ചേട്ടനടുത്ത് ചെന്നേ. ചേട്ടനടുത്ത് ചെന്നിക്കേ. അല്ല എന്നിട്ട് മണിക്കുട്ടൻ ചേട്ടൻ ദേഷ്യപ്പെട്ടോ? അതന്നെ. അല്ല നീ എന്താ ഇവിടെ എന്നൊക്കെ ചോദിച്ച് മണിക്കുട്ടൻ ചേട്ടൻ ചൂടായി കാണുമല്ലോ. ഏയ് ഇല്ലടി, ചേട്ടൻ ആദ്യം ചോദിച്ച് നീ എന്താ ഇവിടെ. അപ്പോ അവന് നോട്ട്സ് ചോദിക്കാൻ വന്നതാന്ന് പറഞ്ഞേ. ദോശ അങ്ങ് തിരിച്ചിടും പോലെ കാര്യം വന്ന് തിരിച്ചിട്ടുന്നേ. പിന്നെ ചേട്ടന് കാര്യമായിട്ട് സംശയം തോന്നിയില്ല. നോക്കുണ്ണിമോളെ, ഇത്രയൊക്കെ നടന്നിട്ടും നമ്മളിതൊന്നും അറിഞ്ഞില്ലല്ലോ. അതെങ്ങനെ അറിയാനാടേ? പറയേണ്ടവര് പറഞ്ഞാലല്ലേ നമ്മൾ അറിയത്തുള്ളൂ. എടേ അത് പിന്നെ ഞാൻ നിങ്ങൾക്ക് വിളിച്ച് കാണിച്ചില്ലെന്നൊക്കെ വിചാരിച്ചേ. അവനാണെങ്കിൽ മിന്നൽ മുറിയിൽ വന്ന പോലെയാ, വന്നതും പോയതും
എങ്ങോട്ടാണോ പോയത്? അത് പിന്നെ ഏട്ടാ, ഞാനേ മേഘന്റെ വീട്ടിലേക്ക് പോയതാ. ഓ, അതിന്റെ അടുത്തേക്ക് പോയതാണോ? എന്തിനു പോയതാ? ചുമ്മാ വീട്ടിലിരുന്നപ്പം ബോറടിച്ച്. എനിക്കറിയത്തില്ലല്ലോ നിങ്ങളൊക്കെ വരുന്നേ. അതാ ഞാൻ ചുമ്മാ അങ്ങോട്ടേക്ക് പോയത്. അപ്പഴാ അമ്മ ആന്റിനെ വിളിച്ച് പറഞ്ഞേ നിങ്ങളെല്ലാരും വന്നിട്ടുണ്ടെന്ന്. അതാ വന്നേ. ഓഹോ, എടാ മച്ചാ, നിനക്ക് വീടും പരിസരമൊക്കെ ഇഷ്ടായോ? ഇഷ്ടായോന്നോ? ഒരുപാട് ഇഷ്ടായി. വീട്ടാ, ഞാനും ഇവിടെ തന്നെ സ്റ്റേ ആക്കുന്നേ. ശരിക്കും? അതേടാ. ഗൗതം ബ്രോ, പറ ജോലി. അല്ല, നിങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ. എന്തേ, നിനക്ക് കണ്ണു കാണില്ലേ? ബാക്കിയുള്ളവരൊന്നും നീ കണ്ടില്ലേ? അല്ല, കണ്ട്. അതല്ല, നിങ്ങൾ മാത്രമാണോ ഇനിയിപ്പോ വേറെ ആരെങ്കിലും വന്നിട്ട് പുറത്തെവിടെങ്കിലും പോയതാണോന്നേ? ഹേയ്, ഇല്ല ജോലി, ഞങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ. പിന്നെ പുറത്ത് മണിക്കുട്ടൻ മാത്രമേ പോയിട്ടുള്ളൂ. വേറെ ആരും പോയിട്ടൊന്നുമില്ല. അല്ല, അപ്പൊ വേറെ ആരെങ്കിലും? അല്ല, നീ ആരെങ്കിലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? അത് പിന്നെ അങ്ങനെ ചോദിച്ചില്ല. അല്ല, ഞാൻ ആരെ എക്സ്പെക്ട് ചെയ്യാനാ? ചുമ്മാ ചോദിച്ചതേ ഉള്ളൂ. ഓക്കേ ഓക്കേ, എന്തായാലും വന്ന കാര്യം കഴിഞ്ഞല്ലോ. എണീച്ചപ്പോ ഞങ്ങൾക്ക് കുറച്ച് പ്രൈവസി ഒക്കെ വേണം. എന്തോന്നടാ? പിന്നെ വല്ലപ്പോഴല്ലടാ ഇങ്ങനൊക്കെ ഒരു സന്ദർഭം കിട്ടുന്നേ. അപ്പൊ പിന്നെ സ്വർഗത്തിലെ കട്ടുറുമ്പായാലും എങ്ങനെ? അതൊന്നും പറ്റത്തില്ല. അല്ല ബ്രോ, അല്ല ഇവിടെ ഇതിലേക്ക് പോയില്ലേ? എടാ പോടാ, നീ പറ ജോലി. അല്ല, ബ്രോയും അലക്സും കട്ട ചങ്കല്ലേ? എവിടെ നോക്കിയാലും ഒരുമിച്ചല്ലേ? അപ്പൊ പിന്നെ ബ്രോ ഇവിടെ ഉണ്ടാവുമ്പം അവനെ... അത് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന കാര്യം അവൻ അറിഞ്ഞൂടാ. കാരണം ഞങ്ങളെല്ലാരും അമ്പലത്തിൽ പോയിരിക്കായിരുന്നല്ലോ. അവിടുന്ന് നേരെ ഇങ്ങോട്ടേക്ക് പോന്നതാ. ഓ, അത് ശരി. അതല്ലേ. അല്ല, എപ്പോഴും ഒരുമിച്ചല്ലേ കാണണേ? അതാ കാണാത്തോണ്ട് വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ആ, മനസ്സിലായി. ഇത് ചോദിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. കാരണം എപ്പോഴും ഒരുമിച്ച് നടക്കണോണ്ടേ എല്ലാരും ഇങ്ങനെ തന്നെ ചോദിക്കാറ്. അല്ല, ബ്രോയും അലക്സും തമ്മില് ഫ്രണ്ട്സ് ആയിട്ട് കുറെ ആയോ? ആ, ചെറുപ്പം തൊട്ട് ഞങ്ങള് ഒരു 5ാം ക്ലാസ് മുതലൊക്കെ ഒരുമിച്ചാ പഠിച്ചേ. 5ാം ക്ലാസ് മുതലോ? അപ്പം അലക്സിനെ പറ്റി ഏറ്റവും സെറ്റ് കാര്യം എല്ലാം ബ്രോയ്ക്ക് അറിയാൻ മതിയോ അല്ലേ? പിന്നെ അറിയാണ്ട്. അത് ശരി. അല്ല, മോഡൽ എക്സാം അല്ലേ വരുന്നേ? നിനക്കൊന്നും പഠിക്കാനില്ലേ? ഓ, പഠിക്കുന്നതൊക്കെ പിന്നെ പഠിക്കാട്ടാ. നേരത്തെ മിണ്ടാതിരുന്നേ. അല്ല ബ്രോ, അലക്സിന്റെ അത് പിന്നെ അല്ല, ഏട്ടന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാ? ആ, ഇതെന്ത് ചോദ്യാ? ഋഷിയും അലക്സും. അത് അറിയാലോ. അങ്ങനെയല്ല, അതായത് ഇവർ രണ്ടില് ആരാ ഏട്ടന് കുറച്ചും കൂടി ഡീപ്പ്? അങ്ങനെ ചോദിച്ചാ അതിന് എനിക്ക് ഉത്തരമില്ല. എനിക്ക് രണ്ടുപേരും എന്റെ 2 കണ്ണു പോലെയാ. ഇത് ഫോളാ. അങ്ങനെ രണ്ടുപേരൊന്നും പറയാൻ പറ്റത്തില്ല. ആരെങ്കിലും ഒരാളെ പറയണമെന്ന് പറഞ്ഞാ ആരെ പറയും? ഓ, ഇവക്കിത് എന്തിന്റെ കേടാ? അല്ലെങ്കിൽ തന്നെ തളർന്നിരിക്കോ? വീണ്ടും തളർത്താൻ വേണ്ടിയാണ് അവള് വന്നിരിക്കുന്നേ. അത് പിന്നെ ഋഷി. ഇത് ഫോളാട്ടോ. ഇത് ചുമ്മാ ഏട്ടൻ പറയുന്നതാ. അല്ല, ആദ്യം മുതലേ ചേട്ടന്റെ കൂടെ ഉണ്ടായിരുന്നത് അലക്സ് അല്ലേ? പിന്നെ ഋഷിനെ പറയോ? ആദ്യം മുതലേ അവനും ഞാനും ഫ്രണ്ട്സ് ആണെന്നൊക്കെ സത്യാ. അത് മാത്രല്ല അവന്റെ ബെസ്റ്റ് ഫ്രണ്ടും പാടിയാ. പക്ഷേ ഋഷിയും ഞാനും തമ്മിലുള്ള ബോണ്ടിങ് അങ്ങനെയല്ല. അങ്ങനെ ചോദിച്ചാ ഇവനില്ലാത്ത എന്റെ ഒരു ഡേയും ഫുൾഫിൽ ആകത്തില്ലെന്നേ. ഞാന് എന്നെ അറിഞ്ഞു വെച്ചാല് കൂടുതല് എന്നെ അറിഞ്ഞു വെച്ചിരിക്കുന്നത് ഇവൻ ഒരുത്തനാ. ഇത് ഞാന് വെറും വാക്കിന് പറയല്ല. കാരണം ഇത്ര കൊല്ലായിട്ടും ഞാൻ അലക്സ് ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും അവനെ വിട്ടിട്ട് ഞാൻ ഒരുപാട് നിന്നിട്ടുണ്ട്. അവനെ കാണാതൊക്കെ എങ്ങനെയും 2-3 മാസമൊക്കെ നിന്നിട്ടുണ്ടാവും. പക്ഷേ എനിക്ക് ഇവനെ കാണാതെ ഒരു ദിവസം പോലും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാ സത്യം. ഫ്രണ്ട്ഷിപ്പും കഴിഞ്ഞ് എനിക്ക് ഇവനോടൊരു സ്പെഷ്യൽ ബോണ്ടിങ് ഉണ്ട്. അത് വാക്കുകൾ കൊണ്ട് എങ്ങനെയാ പറയാന്നറിയത്തില്ല. ചുരുക്കി പറഞ്ഞ പേരിന് മാത്രം ഇവൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. അല്ലാതെ ഞാൻ എന്നെ തന്നെ നേരിൽ കാണുന്നത് ഇവനിലൂടെയാ. ജീവിതത്തില് ആരൊക്കെ കൂടെ ഉണ്ടാവും അറിയത്തില്ല. പക്ഷെ എപ്പോഴും ഇതേപോലെ ഇവനെ കൂടെ ഉണ്ടാവണമെന്നാ ഞാൻ ആഗ്രഹിക്കുന്നേ. അയ്യോ, എന്താ പറ്റി? എന്തേ നീ ഇങ്ങനെ മുഖമൊക്കെ മാടിയിരിക്കുന്നേ? ഇതേപോലെ എപ്പോഴും ഇവനെ ചേർത്ത് പിടിക്കണം കേട്ടോ. കാരണം ചെറുപ്പം തൊട്ടേ അവൻ ആഗ്രഹിച്ച പോലൊന്നും അവന്റെ ലൈഫില് ഒന്നും നടന്നിട്ടില്ല. ആ കൂടെ അവൻ ആഗ്രഹിച്ചിരുന്നത് അച്ഛന്റെ കരുതൽ സ്നേഹമാ. പക്ഷേ അതവന്
സന്തോഷിക്കണമെന്ന് കാണുന്നത്. അപ്പൊ ഒരു പെങ്ങളെന്ന നിലയ്ക്ക് ലൈഫ് ലോങ് അവനെ ഇതേപോലെ ഹാപ്പി ആയിട്ടിരിക്കണമെന്നാ ഞാൻ ആഗ്രഹിക്കുന്നേ. അവനെ ഹാപ്പി ആയിട്ടിരിക്കണമെങ്കിൽ എന്നും ഏട്ടൻ കൂടെ ഉണ്ടാവണം. ഏട്ടൻ അവനെ വിട്ട് എന്തൊക്കെ വന്നാലും ഏട്ടൻ അവനെ തനിച്ചാക്കരുതേ ജൂലി. കാരണം ഈ 2 കൊല്ലത്തിനിടയ്ക്ക് അവന്റെ വായിന്ന് വരുന്ന ഒരേ ഒരു പേര് ഗൗതം 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 മാത്രം. നീ ഇങ്ങനെ എമോഷണൽ ആവണെന്തിനെ? അവന്റെ കൂടെ എപ്പോഴും ഞാൻ ഉണ്ടാവുന്നേ. അവനെ വിട്ട് ഞാൻ അങ്ങോട്ട് പോനാ. എന്റെ അവസാന ശ്വാസം വരെയും ഞാൻ അവന്റെ കൂടെ ഉണ്ടാവും. ബാക്കി എന്ത് കാര്യത്തിലും അവന് ഫെയിലിയർ ആയിരിക്കാം. പക്ഷേ ഈ ഒരു ഫ്രണ്ട്ഷിപ്പില് അവന് ഒരിക്കലും ഞാൻ ഫെയിലിയർ ആവാൻ സമ്മതിക്കത്തില്ല. ഓ എനിക്ക് പോയടി അവിടുന്ന് മനുഷ്യനെ അടങ്ങാറാക്കാനായിട്ട്. ഇതിനാ ഞാൻ ആദ്യം എന്നോട് പറഞ്ഞേ. നീ ഇതുവരെയായിട്ടും പോയില്ലേ? പോണോ അതോ? അല്ല പിന്നെ മനുഷ്യനെ ഇടങ്ങാറാക്കാനായിട്ട് വന്നേക്കുവാ. അവന് ഇത്രക്കൊക്കെ എമോഷണൽ ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെ ഉണ്ടോ? പണ്ടിവനെ അങ്ങനെ പഠിക്കത്തൊന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവന്റെ ക്ലാസ്മേറ്റ്സ് ഉണ്ടല്ലോ, ഓരോ കുട്ടികളോട് ഇങ്ങനെ കൂട്ടുകൂടരുതെന്നാ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നേ. അതായത് ഇവനോട് കൂട്ടുകൂടിയാലേ അവരൊന്നും പഠിക്കാണ്ടാവുന്നു. അങ്ങനെ ആ പേരില് ഇവന് കുറെ തള്ളിപ്പറച്ചിലും ഒറ്റപ്പെടുത്തലും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നേ. കുറെ സ്കൂൾ മാറ്റാൻ ശ്രമിച്ചെങ്കിലും അവന് ആ സ്കൂളിനെ തുടരണമെന്ന് വാശി. അതുകൊണ്ട് പിന്നെ അവിടെ തന്നെ നിർത്തി പഠിപ്പിച്ച്. എന്നാലും ഇവനെ കാണുമ്പം ഇവൻ എപ്പോഴും ചിരിച്ചോണ്ട് ഹാപ്പി ആയിട്ടല്ലേ നടക്കാറ്. കണ്ടാ ഇങ്ങനെ ഒരു ഇതുള്ളത് തോന്നുന്നേ ഇല്ലല്ലോ. അതവന് ചെറുപ്പം തൊട്ട് അങ്ങനെയാണേ. സന്തോഷം ഉണ്ടെങ്കിലും സങ്കടം ഉണ്ടെങ്കിലും ഒക്കെ മോഹൻ ഇങ്ങനെ ചിരിച്ചോണ്ട് വെക്കുക. ആരോടും പെട്ടെന്നൊന്നും മോഹൻ കറപ്പിക്കത്തില്ലെന്നേ. ഓ അങ്ങനെ ചെറുപ്പം തൊട്ടേ അവൻ ആഗ്രഹിച്ച ഒന്നും ഇന്നവരെ അവന് കിട്ടിയിട്ടില്ല. ചെറുപ്പത്തിലൊന്നല്ല, ഇപ്പോഴും അവൻ അവന്റെ ലൈഫിൽ ആഗ്രഹിക്കുന്ന ഒന്നും അവന് കിട്ടിയിട്ടല്ല. എന്നെങ്കിലും അവനൊരു നല്ല കാലം വരുമായിരിക്കും. അല്ല ഉണ്ണിമോളെ? അത് പിന്നെ മതി സോൺ ഔട്ട് ആവണ്ട. ആ കാര്യം വിട്ടേക്ക്. അല്ല നമ്മളിപ്പോ എന്തിനു സംസാരിച്ചോണ്ടിരുന്നേ? പിന്നെ ചേട്ടനെ കണ്ടതിന് ശേഷം ജിമിൻ ഉണ്ടല്ലോ. പറ. ചെറിയമ്മ വീട്ടിലില്ല. അത് പിന്നെ അച്ഛമ്മന്റെ ബിപിയും ഷുഗർ ലെവലൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി നഴ്സ് വന്നിട്ടുണ്ട് അത്രേ. ഇവിടെ വെള്ളായോണ്ട് അക്കറിലാന്ന്. അതാ അച്ഛമ്മനെയും കൂട്ടി ചെറിയമ്മ പോയേക്കുവാ. എന്തേ എന്തു പറ്റി? എന്തുണ്ടാക്കി കഴിക്കാൻ? എന്തേ നിനക്ക് ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ അറിഞ്ഞൂടെ? ആ അതും ശരിയാ. വീട്ടിലെ കിച്ചൺ എവിടെ പോലും അറിയാത്ത ആളാ. പിന്നെ എങ്ങനെയാ സാലഡ് ഒക്കെ ഉണ്ടാക്കാൻ അറിയുന്നേ? ഓഹോ അത് ശരി. അപ്പൊ ഞാൻ കാണാത്തതിന്റെ കുഴപ്പല്ലേ? പിന്നെ എനിക്ക് അതല്ലേ പണി. അയ്യോ നിന്റെ ചേട്ടനോട് എങ്ങനെയാ ഏതൊക്കെ ചോദിക്കുന്നേ? അവന് ഭയങ്കര ബിസി അല്ലയോ? ഇതൊന്നും പറയണ നേരം അവന് കാണത്തില്ലെന്നേ. ചേച്ചിക്ക് സാലഡ് ഉണ്ടാക്കാൻ അറിയോ? അറിയടാ. എന്തേ സാലഡ് വേണോ? അതെ ചേച്ചി, ചെറിയമ്മനോട് ഉണ്ടാക്കാൻ പറയാന്ന് വിചാരിച്ചേ. പക്ഷെ ചെറിയമ്മയും അച്ഛമ്മയും കൂടെ പുറത്തേക്ക് പോയിരിക്കുവാ. മഴയല്ലേ, അതാ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നാ. ചേച്ചിക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ല, ഞാൻ ഉണ്ടാക്കി തരാട്ടോ.
രണ്ടെണ്ണം കൂടെ അരിഞ്ഞേക്കാം. വീണേ, ഓ എന്തോന്ന് വീണേ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ? അല്ല കൈക്കെന്തെങ്കിലും പറ്റിയോ? അത് പിന്നെ അതെങ്ങനെ കണ്ണ് രണ്ടും മേലോട്ട് വെച്ചിട്ടല്ലേ നടത്തും? അപ്പൊ പിന്നെ ഇങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അല്ല കൈക്ക് മുറിവെന്തെങ്കിലും? അത് ഇല്ല, കാര്യായിട്ടൊന്നുമില്ല. ഓ കാര്യായിട്ടില്ലെന്ന് പറഞ്ഞാ കാര്യായിട്ട് എന്തെങ്കിലും ഉണ്ടാവാ. നീ ഒന്ന് മര്യാദയ്ക്ക് കാണിച്ചേ നോക്കട്ടെ. ഇല്ല, കഴിക്കൊന്നും പറ്റിയിട്ടില്ല. എന്നാ നീ മാറ്, ഇനി ഞാൻ ചെയ്തോളാം. അയ്യോ അത് മാറാനാ പറഞ്ഞേ. Two hours later. വട്ടത്തിലിരുന്ന് നടുക്കൊരു കുപ്പി വെച്ച എന്ത് കളിയിരിക്കുന്നേ? ഈലവളൊരു ഇൻട്രായിട്ട് വന്നിരിക്കുക. പാവം കൊച്ച് ഒരു ഹാരമാക്കി വരുമല്ലേ? പോടാ, ഞാൻ തന്നെ ഡെസ്പ് ആയി നിൽക്കുക. ഇവളെന്തായാലും ആവശ്യമില്ലാത്ത ചോദ്യം ചോദിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്തായാലും ഡയറെ ചൂസ് ചെയ്യത്തുള്ളൂ. അത് പിന്നെ മച്ചാ ട്രൂത്ത് പറഞ്ഞോ? അവള് വല്ല തവളച്ചാട്ടം തന്നാലുണ്ടല്ലോ ആകെ കൂടെ നാറും. ആ അതൊക്കെ തരണം. ഞാനിവിടെ വെച്ച് മോഹിനിയാട്ടം കളിപ്പിക്കൂലേ, അതൊന്നും അവള് തരത്തില്ല. കോൺഫിഡന്റ്. അത് പിന്നെ ഡയറ്. കളി കഴിഞ്ഞിട്ടും കാണാനുള്ളതാണേ. അയ്യേ പേടിപ്പിച്ചിക്കേ ഞാനോ? ചേട്ടന്റെ കുഞ്ഞ് പേടിച്ച പൊന്നെ.
പറ്റിയ അവസര മിസ് ചെയ്യണ്ട. നല്ല പണി കൊടുക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ കൊല്ലത്താണെങ്കിൽ തിരിച്ചു തരുന്ന മുതലാ. അതുകൊണ്ട് വെറുതെ എന്തിനാ റിസ്ക് എടുക്കുന്നേ? ഒന്ന് പറ പെണ്ണേ, നിനക്ക് പറ്റുന്നില്ലെങ്കിൽ എന്നോട് ചോദിക്കേ, ഞാൻ ഐഡിയ തരാന്നേ. അതൊന്നും വേണ്ട. ചേട്ടനൊരു പാട്ട് പാടേ. പാട്ടോ? പാട്ട് വേണമെങ്കിൽ നിനക്ക് എന്നോട് ചോദിച്ചാ പോരെ, ഞാൻ പാടി തരത്തില്ലേ? പൊട്ടത്തി, കിട്ടിയ അവസരം ഫ്ലോപ്പ് ആക്കി കളഞ്ഞല്ലോ. നിനക്ക് പറഞ്ഞിട്ട് പോവാ, ഞാനല്ല അനുഭവിക്കാം. പോടി. ഓ, ഇവളൊരു പേടിച്ചു തോന്നി. പാടിക്കൂടു മഹാനെ. ഇതും കൊള്ളാം. ഋഷിന്റെ പാട്ടൊക്കെ കേട്ടിട്ട് എത്രയായി? അപ്പൊ നമുക്കൊരു ചാൻസ് ആയല്ലോ. അത് ശരിയാ, അവന്റെ പാട്ടൊക്കെ അങ്ങ് വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. എന്താണ് നോക്കി നിൽക്കുന്നേ? പാട് പാട് ഋഷി. ദേ പാടിക്കേ, അല്ലാന്നുണ്ടെങ്കിൽ വല്ല തവളച്ചാട്ടോ കുരങ്ങച്ചാട്ടൊക്കെ ചാടിപ്പിക്കും പറഞ്ഞേക്കാം. വെൺമേഘം പെണ്ണാക ഉരുവാണതോ, എന്നേരം എന്നെ பார்த்து விளையாடுதோ, உன்னாலே பல ஞாபகம் என் முன்னே வந்தாடுதே, உள் நெஞ்சம் திண்டாடுதே. வார்த்தை ஒரு வார்த்தை சொன்னால் என்ன, பார்வை ஒரு பார்வை பார்த்தால் என்ன, உன்னாலே பல ஞாபகம் என் முன்னே வந்தாடுதே, உள் நெஞ்சம் திண்டாடுதே. മതി മതി. பாடடா. மஞ்சள் வெயில் நீ, மின்னலொளி நீ, உன்னை கண்டவரே கண்களைக்கும் நிற்க வைக்கும் தீ. பெண்ணே என்னடி உண்மை சொல்லடி, ஒரு புன்னகையில் பெண்ணினமே கோபப்பட்டதென்னடி. தேவதை வாழ்வது வீடில்லை கோவில், கடவுளின் கால் தடம் பார்க்கிறேன். ஒன்றா இரண்டா உன் அழகை பாட, கண்மூடி ஒரு ஓரம் நான் சாய்கிறேன். கண்ணீரில் ஆனந்தம் நான் காண்கிறேன். உன்னாலே பல ஞாபகம் என் முன்னே வந்தாடுதே, உள் நெஞ்சம் திண்டாடுதே. பாடடா. எங்கள் மனதை கொள்ளையடித்தாய், இந்த மந்திரமும் தந்திரமும் எங்கு சென்று படித்தாய். விழிவசவில் வலை விரித்தாய், உன்னை பல்லக்கினில் தூக்கி செல்ல கற்றலைகள் விதித்தாய். உன் விரல் பிடித்திடும் வரம் ஒன்று கிடைக்க உயிருடன் வாழ்கிறேன் நானே. என் காதலும் என்னாகுமோ, உன் பாதத்தில் மண்ணாகுமோ. ഋഷി അല്ല, അവനെന്ത് പറ്റി? അവന് റെസ്റ്റ് റൂമിലേക്ക് പോയതാ.